ഈ ഓവറായിട്ട് നമ്മൾ ചിന്തിക്കുന്ന എന്ത് ചിന്ത? സന്തോഷമുള്ളതോ അതോ സങ്കടമുള്ളതോ? സങ്കടമുള്ളത്. അതെന്തോട്ടാ അങ്ങനെ? ഞാൻ ഇങ്ങനെ പരീക്ഷയ്ക്ക് പാസ്സായി തന്നെ ചിന്തിച്ച് എനിക്ക് സന്തോഷം അടക്കാൻ പറ്റണില്ല. എനിക്ക് ഈ ഓവർ തിങ്ക് എങ്ങനെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് നമ്മളോട് പറയോ? ഇല്ല. ഓവർ തിങ്ക് നല്ല രസമല്ലേ? അത് നമ്മൾ ചിന്തിക്കൂല. നമ്മളുടെ ബ്രെയിന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിന്? ടു സീക്ക് പ്രോബ്ലം. ഞാനിപ്പോ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും, കംഫർട്ട് സോണിൽ ഇരിക്കാന്ന് വിചാരിക്കും. എന്റെ തലച്ചോറ് എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്റെ തലയിലുണ്ടാവും, ഉറപ്പാണ്. കാരണം പ്രോബ്ലം ഇല്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ കംഫർട്ട് സോണിൽ ഇരിക്കാൻ, എനിക്ക് പ്രശ്നത്തെക്കാളും കൂടുതൽ പേടി കംഫർട്ട് സോണാണ്. എന്താ റീസൺ അറിയാം? റിയൽ പ്രോബ്ലം ഉണ്ട്, അൺറിയൽ പ്രോബ്ലം ഉണ്ട്. തലച്ചോറ് ഇത് രണ്ടും തമ്മിൽ ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു പണിയില്ല, ഫുൾ ഫ്രീ ആണ്, എനിക്ക് എല്ലാം വിരൽ തുമ്പില്ല. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്, നത്തിങ് ഈസ് ദെയർ ടു റിസോൾവ്. അപ്പൊ ഇങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഞാൻ എന്തോ ഒരു വീഡിയോയിലും കാണുന്നുണ്ട്, ഹൃദയ സംബന്ധമായ എന്തോ രോഗത്തിനെ കുറിച്ച് വെറുതെ കാണുന്നുണ്ട്, അതിലുള്ള സിംറ്റംസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെനിക്കുണ്ടോ? ഇതെങ്ങനെ അറ്റാക്ക് ആയിരിക്കോ? പുതിയ പ്രോബ്ലമായി. അപ്പൊ പ്രോബ്ലത്തിന് പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിന് ഗുണമുണ്ടോ? ഇല്ല. ഇതിങ്ങനെ പോയി അറ്റാക്ക്. അത് ഗൂഗിൾ അടിച്ച് നോക്കുന്നു, അവിടെ എത്തി അവസാനം ക്യാൻസർ എത്തി. എന്തുകൊണ്ട് അത് വരാനുള്ള റീസൺ? ഇത് അൺവാണ്ടഡ് ആയിട്ടുള്ള അൺറിയൽ ആയിട്ടുള്ള കാര്യത്തിന്റെ പുറകെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ഗോൾ വെക്കാത്തതുകൊണ്ട് നമ്മൾ പോകുന്നു. അതായത് ഒന്നുകിൽ നീ നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു ലക്ഷ്യം വെക്കും, അല്ലെങ്കിൽ നിന്റെ തലച്ചോറ് നിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി നിനക്കൊരു ലക്ഷ്യം വെച്ച് തരും.